വാസവന്റെ മകൻ വരുൺ വിക്രമിന്റെ കുത്തേറ്റ് മരിച്ചെന്ന വാർത്ത കണ്ട വേദ ആകെ കിടുലത്തോടെ ആ ഒരു നെട്ടലിൽ പത്രവാർത്തയിലേക്ക് നോക്കാണ്. വേദയാണെങ്കിലോ ആ കാഴ്ച കണ്ടതും തളർന്നിരിക്കാണ്. തൻ്റെ വിക്രമ് ഒരിക്കലും വരുണിനെ കുത്തിക്കൊലപ്പെടുത്തില്ല, ആ കാര്യം ഉറപ്പ. മനഃപൂർവ്വം മറ്റാരോ ചെയ്ത കാര്യം വിക്രമിൻ്റെ തലയിൽ കെട്ടിവെച്ചതാണെന്ന് ആ വാർത്ത വായിച്ച ഉടനെ വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ദീപ്തിയും ആ ന്യൂസ് കണ്ടതും തലകറങ്ങി താഴേക്ക് വീഴുന്നുണ്ട്. തൻ്റെ എല്ലാമെല്ലാമായ വരുണും താനും ഒരുമിച്ചൊരു ജീവിതം കൊതിച്ച് സ്വപ്നം കണ്ട് നടന്ന ദീപ്തിക്കത് താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു. അങ്ങനെ ദീപ്തിയുടെ ആ അവസ്ഥ കണ്ട് അമ്മയും അച്ഛനുമെല്ലാം അവളെ കൂടെ ഇരിക്കുന്നുണ്ട്. എന്നാൽ വിക്രം ഒരിക്കലും ഇമ്മാതിരി പണി ചെയ്യില്ലെന്ന് വേദയ്ക്ക് തറപ്പിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ പിന്നിലും ശ്രീയേട്ടൻ എന്ന തൻ്റെ ചേട്ടനായിരിക്കുമെന്ന കാര്യം അവൾക്ക് ഉറപ്പായിരുന്നു. പിറ്റേ ദിവസം വേദ ഈ കാര്യം അന്വേഷിക്കാനായിട്ട് കൂട്ടുകാരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും രാജേട്ടൻ പറയുന്നുണ്ട്, ഇല്ല മോളെ, ആ വിക്രം ഒരിക്കലും അത് ചെയ്യില്ല. അവൻ ആ സംഭവം നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെങ്ങനെ വിക്രം വരുണിനെ കുത്തുക? വരുണും അവനുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അവർ സംസാരിച്ച് തീർത്തതാണ്. വരുണ് ഒരു പുതിയ മനുഷ്യയാണെന്ന് കേട്ടപ്പോൾ അവൻക്കും വലിയ സന്തോഷമായിരുന്നു. അതെ, ഒരിക്കലും വിക്രം അങ്ങ് ചെയ്യില്ല. അതിൻ്റെ പിന്നിലും മറ്റാരോ കളിയുണ്ട്. അങ്ങനെ വിക്രമിനെ കൊല്ലാനായിട്ട് വാസവൻ്റെ ഗുണ്ടകൾ നാല് പാടും ഓടുന്നുണ്ട്. വാസവനോട് വിക്രമല്ല അത് ചെയ്തെന്ന് ശ്രീനിവാസൻ പറയുന്നുണ്ടെങ്കിലും അത് വിശ്വസിക്കാൻ വാസവ കൂട്ടാക്കുന്നില്ല. തൻ്റെ മകനെ കൊന്ന ഒരാളെയും ഞാൻ വെറുതെ വിടില്ല എന്ന നിലപാടിലായിരുന്നു വാസവം. ദീപ്തിയാണെങ്കിലും പൊട്ടിക്കരയുന്നുണ്ട്. ചേച്ചി, ആരാണ് എൻ്റെ വരുണിനെ കൊന്നത്? അങ്ങനെ വരുണിനെ കൊന്നത് വിക്രമാണെന്ന കാര്യവും ദീപ്തിയുടെ ചെവിയിലെത്തുമ്പോൾ വിക്രമിനെതിരെയായിട്ട് ദീപ്തി എതിരായിട്ട് നിൽക്കാണ്. വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് വേദ പറയുന്നുണ്ടെങ്കിലും ഇല്ല, വിക്രം ചേട്ടനെ എൻ്റെ വരുണിനോട് പകയും ദേഷ്യമായിരുന്നു. അതിൻ്റെ ദേഷ്യത്തിൽ അവൻ ചെയ്തതാണ്. ഇല്ല, ഞാനത് തെളിയിക്കും. അങ്ങനെ ദീപ്തിയുടെ മനസ്സിലും വിക്രമിനോട് ദേഷ്യവും പകയും കൂടി വരികയാണ്. തൻ്റെ വരുണിനെ കൊന്നവനെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല എന്നൊരു മാനസിക നിലയിലെത്തിക്കാണും ദീപ്തിയും. എന്നാൽ വേദയാണെങ്കിലോ വിക്രമിനെ രക്ഷിക്കണം. വിക്രമല്ല അത് ചെയ്തത്, അതിന് എന്തെങ്കിലും ഒരു വഴിയുണ്ടാവണം. അങ്ങനെ വിക്രമിന് വേണ്ടി വാദിക്കാനെല്ലാം വേദ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കാതെ പോവാണ്. ആരായിരിക്കും ഇതിൻ്റെ പിന്നിലെന്ന് കാര്യം ആർക്കും വ്യക്തമാവുന്നില്ല. എന്നാൽ വേദക്കറിയാം ഇതിൻ്റെ പിന്നിൽ കളിച്ചത് ശ്രീകാന്ത് എന്ന തൻ്റെ ചേട്ടനാണെന്ന കാര്യം. അങ്ങനെ അവൾ ഈ കാര്യത്തിനായിട്ട് പുറപ്പെടുന്നുണ്ട്. മാഷും കുടുംബവും ആകെ തകർന്നു പോകുമ്പോൾ വേദ വിക്രമിന് ഏതു വില കൊടുത്തും താൻ പുറത്തെടുക്കുമെന്ന കാര്യം കമലയ്ക്ക് വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ശങ്കരനാരായണെങ്കിലോ വിശ്വസിക്കാനാവുന്നില്ല. വരുണിനെ ചെറിയൊരു കാര്യത്തിന് വേണ്ടി വിക്രം കുത്തിക്കൊലപ്പെടുത്തിയെന്ന് കേട്ടപ്പോൾ അയാൾക്കും ചിലപ്പോൾ തോന്നലുണ്ടായി. വിക്രം ചിലപ്പോൾ അയവനോടുള്ള ദേഷ്യവും പകയും കൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തതെന്ന കാര്യവും ശങ്കരനാരായണന് തോന്നുന്നുണ്ട്. എന്നാൽ ശങ്കരൻ ശ്രീകാന്തിൻ്റെ ഒരു രഹസ്യം കേൾക്കാൻ ഇടയാവാണ്. ശ്രീകാന്ത് ടെറസിൽ നിന്നുകൊണ്ട് അമ്മായി അച്ഛനോട് സംസാരിക്കുന്നത് ശങ്കരനാരായണൻ കേൾക്കുന്നുണ്ട്. അല്ല അച്ഛ, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളൊക്കെ നടന്നു. ഈ പണിക്കത്ത് വീട്ടിലെ മരുമക്കളാണെന്ന് ആഗ്രഹിച്ചവരുടെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒരാളങ്ങ് ജീവൻ കളഞ്ഞു, മറ്റാളതിൽ പ്രതിയായി. എന്തായാലും ഒരു വടിക്ക് രണ്ട് പക്ഷി. എൻ്റെ രണ്ട് പെങ്ങന്മാരും രക്ഷപ്പെട്ടു. ആ വിക്രമിനെ പോലെ ഒരുത്തനാണല്ലോ അന്ന് വന്ന് കുത്തിയത്. അതും നമ്മളിറക്കിയ ആൾ തന്നെ. അവനെ സമ്മതിക്കണം. അവനക്ക് കുറച്ച് കാശും ഏറെ കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് ഫോണിലൂടെ പറഞ്ഞത് കേട്ട് തരിച്ചു നിൽക്കുക. തൻ്റെ മകൻ തന്നെ പോലെയൊന്നുമല്ലെന്നു ഭയങ്കര ഫ്രോഡായി മാറിയിട്ടുണ്ടെന്ന കാര്യവും ശങ്കരനാരായണന് മനസ്സിലാകുന്നുണ്ട്. തൻ്റെ മകൻ കൈവിട്ടു പോയി. അവനാണ് കളിക്കെല്ലാം കൂട്ടു നിൽക്കുന്നതും വിക്രമിനെയും കുടുംബത്തെയും നശിപ്പിക്കാനും വേദിയെയും ദീപ്തിയെയും മാനസികമായി പീഡിപ്പിക്കുന്നതും തൻ്റെ ഒരേ ഒരു പുത്രനാണെന്ന കാര്യം ശങ്കരനാരായണൻ മനസ്സിലാക്കുന്നുണ്ട്. ഇതിൽ ഒരു തീരുമാനം വേണം. ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. ഒടുവിൽ ശങ്കരനാരായണൻ തന്നെ കളത്തിലിറങ്ങാണ്. ദീപ്തിയോടും വേദിയോടും കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒടുവിൽ അവർ രണ്ടുപേരും ശങ്കരനാരായണൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. വേദയോട് ഇതെല്ലാം വാദിച്ച് താൻ വിജയം കണ്ടെത്തണമെന്നും പറയാനട്ടോ. അങ്ങനെ വാസവനെ പോയി വേദ കാണുന്നുണ്ട്. വാസവൻ ഒരു ഒത്തുതീർപ്പിന് തയ്യാറായിരുന്നില്ല. യഥാർത്ഥ പ്രതിയെ ഞാൻ നിങ്ങളുടെ കൺമുമ്പിൽ എല്ലാ തെളിവോടുകൂടെ കൊണ്ടുവരുമെന്ന് വാസവനോട് പറയുന്നുണ്ട്.
എന്നാൽ ഇതിലെല്ലാം ചെയ്തവനെ ഞാൻ വെറുതെ വിടില്ല. എൻ്റെ മകൻ എങ്ങനെ മരിച്ചു അതേപോലെ ഞാൻ അവനെ കൊല്ലും എന്ന് പറയാണ്. അങ്ങനെ കോടതിയിൽ കേസ് വാദിക്കുക. പോലീസിൻ്റെ കയ്യിൽ എന്തായാലും വിക്രമാണെങ്കിലോ ഒളിവിൽ പോയതാട്ടോ. പോലീസിൻ്റെ കയ്യിൽ ജയിലിൽ പോയാൽ പോലും വിക്രമിന് രക്ഷയില്ല. വിക്രമിൻ്റെ ജീവൻ ആപത്താണ്. അങ്ങനെ കൊലപ്പുള്ളിയെ ഇതുവരെ പിടിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. പിന്നെ എങ്ങനെ കേസ് വാദിക്കും? അങ്ങനെ ഇരിക്കുകയാണ് എല്ലാ കാര്യങ്ങൾക്കും ഒരു ഒത്തുതീർപ്പെന്ന പോലെ വാസവന് സത്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. വാസവൻ എത്രയൊക്കെയായിട്ടും വിശ്വസിക്കാൻ കൂട്ടാതായപ്പോൾ ശ്രീകാന്ത് ഉപയോഗിച്ചിരുന്ന ഒരു പെൻഡ്രൈവിൽ അവൻ എല്ലാ രഹസ്യങ്ങളും സൂക്ഷിച്ചു വെച്ചതെല്ലാം വാസവൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കേണ്ടി വരികയാണ്. വിക്രമല്ല അത് ചെയ്തത്, ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് അവിടെ സമ്മതിച്ചത്. പുളിക്കനെ പിടിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. പുളിക്കനെ 2 കിട്ടുമ്പോൾ സത്യം മണിമണിയായിട്ട് വാസവൻ്റെ മുമ്പിൽ പറയുന്നതോടുകൂടെ വാസവന് തൻ്റെ നെഞ്ചിലെ രക്തം തിളക്കുന്ന പോലെ തോന്നാണ്. ശ്രീകാന്ത് തൻ്റെ കൂടെ നിർത്തി ചതിക്കുവാണെന്ന കാര്യം മനസ്സിലാവാണ്. തൻ്റെ മകനെ കൊണ്ട് പെങ്ങളെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കാതിരിക്കാൻ വേണ്ടി അവൻ നൈസായിട്ട് കാര്യങ്ങൾ ചെയ്താണെന്നും കൂടെ വിക്രമവുമായിട്ടുള്ള പക തീർത്തതാണെന്ന കാര്യവും വാസവൻ മനസ്സിലാക്കുന്നുണ്ട്. വാസവന് ശ്രീകാന്തിന് നേരെ പാഞ്ഞെടുക്കുമ്പോൾ ദീപ്തിയും വേദയും കൂടെ തടുക്കുന്നുണ്ട്. ഞങ്ങൾ അവിവേകം ഒന്നും കാണിക്കരുത്. ഇനി തെറ്റ് ചെയ്തവൻ നിയമപരമായിട്ട് ശിക്ഷ അനുഭവിക്കട്ടെ. വേണ്ട, എൻ്റെ മുമ്പിൽ യാതൊരു നിയമവും ഇല്ല. എൻ്റെ മുമ്പിൽ ഒരൊറ്റ നിയമമേ ഉള്ളൂ. എൻ്റെ മകന് സംഭവിച്ചതുപോലെ അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അത് നിങ്ങൾക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് നിയമം കയ്യിലെടുക്കാൻ യാതൊരു അധികാരവുമില്ല. എൻ്റെ ഏട്ടന് കൂട്ടു നിന്നവരെ എല്ലാം നമുക്ക് അറസ്റ്റ് ചെയ്യണം. അങ്ങനെ ഒടുവിൽ ശ്രീകാന്തിനെയും ആ സാബു എന്ന പോലീസ് ഓഫീസറെയും എല്ലാവരെയും പിടിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ശ്രീനിവാസന് തൻ്റെ മകനെ കൊന്ന കൊലയാളിയെ അങ്ങനെ വെറുതെ വിടാൻ കഴിയില്ല. അവനാണെങ്കിലും ശ്രീകാന്തിനെ കുത്തുന്നുണ്ട് കേട്ടോ. എന്നാൽ കഷ്ടിച്ചാണ് ശ്രീകാന്ത് രക്ഷപ്പെടുന്നത്.